വെൽറാം, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ഡൽഹിയിൽ നിന്ന് നിരവധി വാർത്തകളുണ്ട്. അതിലൊന്ന് കേരളത്തിലെ SIR-മായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും എന്നതാണ്. ബീഹാറിലെ ഹർജികൾ പരിഗണിച്ച് അതേ ബെഞ്ച് തന്നെയാണ് ഹർജികൾ പരിഗണിക്കുന്നത്. ഒപ്പം തന്നെ ഈ ചെങ്കോട്ട സ്ഫോടനത്തിൽ അന്വേഷണത്തിന്റെ ഭാഗമായി വൈറ്റ് കോളർ ടെറർ എക്കോസിസ്റ്റം അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്ന അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ വരുന്നു. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ദക്ഷിണാഫ്രിക്കയിലേക്ക് തിരിക്കുകയുമാണല്ലോ. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ ഒട്ടേറെ വാർത്തകൾ ഇന്ന് രാജ്യ തലസ്ഥാനത്ത് നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നടന്നുവരുന്ന SIR നടപടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ്. ഈ SIR-മായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജി, മുസ്ലിം ലീഗ്, കോൺഗ്രസ്, CPIM എന്നിവർ സമർപ്പിച്ച ഹർജികൾ സുപ്രീം കോടതിക്ക് മുന്നിലുണ്ട്. ബീഹാർ SIR കേസ് പരിഗണിക്കുന്ന ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് തന്നെയാണ് ഈ ഹർജികൾ പരിഗണിക്കുന്നത്. പ്രധാനമായും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടികൾക്കിടെ SIR നടത്തുന്നത് പ്രായോഗികമല്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ഒപ്പം തന്നെ മറ്റുള്ളവരും ഈ ഹർജികളിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതുവരെ SIR നടപടികൾ നിർത്തിവെക്കണം എന്ന ആവശ്യമാണ്. ഇതിൻ്റെ പ്രായോഗിക വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഈ ഹർജികൾ എല്ലാം തന്നെയുള്ളത്. ഇക്കാര്യത്തിൽ സുപ്രീം കോടതി എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് നിർണായകമാണ്. അതേസമയം മറ്റൊരു വിഷയം എന്നുള്ളത് ഡൽഹി ചെങ്കോട്ടയിൽ നടന്ന ചാവേർ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഈ കേസിൽ ഇതുവരെ 6 പേരുടെ അറസ്റ്റാണ് NIA രേഖപ്പെടുത്തിയിരുന്നത്. ആദ്യ ഘട്ടത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഡോക്ടർ മുസമിൽ അടക്കമുള്ള ഡോക്ടർ ഉമർ മുഹമ്മദിന്റെ കൂട്ടാളികളുടെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം NIA രേഖപ്പെടുത്തുകയും ഇവരെ 10 ദിവസത്തേക്ക് കോടതി NIA-യുടെ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ വൈറ്റ് കോളർ ഭീകര സംഘവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇവരുടെ മറ്റു കൂട്ടാളികളെ കണ്ടെത്താനാണ് ഈ അന്വേഷണം. ഇവരുടെ ബാച്ചിൽ പഠിച്ച അല്ലെങ്കിൽ ഇവരുമായി ബന്ധമുള്ള ജമ്മു കശ്മീർ കേന്ദ്രീകരിച്ചുള്ള ഡോക്ടേഴ്സിന്റെ ലോക്കറുകൾ ഉൾപ്പെടെയുള്ളവ പരിശോധിച്ചിരുന്നു കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം. ഇതോടൊപ്പം തന്നെ മറ്റ് ഇടങ്ങളിലും പരിശോധന, മാധ്യമ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ പരിശോധന കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ട്. ഈ വൈറ്റ് കോളർ സംഘത്തിന്റെ ശൃംഖല അത് പ്രതീക്ഷിച്ചതിലും ഏറെയാണ് എന്നാണ് NIA കണക്കാക്കുന്നത്. മറ്റൊരു വിഷയം എന്നുള്ളത് G20 ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജോഹന്നാസ്ബർഗിലേക്ക് യാത്ര തിരിക്കുകയാണ്. 3 ദിവസത്തേതാണ് ഈ ഉച്ചകോടി. അദ്ദേഹം ഈ G20 സംബന്ധിച്ചുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാടുകൾ ഇവിടെ വിശദീകരിക്കും എന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടുള്ള 3 സെഷനുകളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കും എന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ക്രിസ്റ്റീന. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.